Hi, welcome to the new episode of GradCap Insights. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻസായ ദുബായ് ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 7 എമിറേറ്റ്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ടെറിട്ടോറിയൽ സൈസുള്ള എമിറേറ്റാണ് ദുബായ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ അബുദാബി ആണെങ്കിലും ഒരു ഹാപ്പനിങ് സിറ്റി, ഒരു ഗ്ലോബൽ സിറ്റി എന്ന നിലയിൽ ദുബായിയാണ് പ്രശസ്തമായിരിക്കുന്നത്. ഇതിലേക്ക് ഉള്ള ഒരു ഇന്ത്യൻ ട്രാവൽ ടൈം 3 hours 15 minutes. കറൻസി UAE ദിർഹമാണ്. 1 ദിർഹം ഏകദേശം 20 രൂപ റേഞ്ചിലാണ് വരുന്നത്. വൈ സ്റ്റഡി ഇൻ ദുബായ്? ദുബായ് അനേകം നാഷണാലിറ്റീസ് വന്ന് പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതുമായ ഒരു ഡെസ്റ്റിനേഷനാണ്. ദുബായ് ആസ് എൻ എഡ്യൂക്കേഷൻ, ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി, ഷോർട്ടർ ആൻഡ് മോർ ഇൻറ്റൻസീവ് കോഴ്സസ്, പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്. UK, ഓസ്ട്രേലിയ, USA, ഫ്രാൻസ്, കാനഡ മുതലായ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസിൻ്റെ സെൻറ്റേഴ്സ് ദുബായിലുണ്ട്. അപ്പോൾ ഇതെന്തോ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനൊരു അട്രാക്ഷനായിട്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിന് ഇവിടെ പഠിച്ചിട്ട് പേരൻറ്റ് കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു UG പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് 1 year ദുബായി പഠിക്കുക, പിന്നെ ഹോം കൺട്രിയിലേക്ക് UK-ലേക്കും US-ലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ 2 years പഠിച്ചേച്ച് 3rd year 4th year ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ് കുറച്ച് കുറയുന്നു. പിന്നെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സിൽ ഒത്തിരി ഇളവുകൾ നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ദുബായ് ആസ് ഫാർ ആസ് എഡ്യൂക്കേഷൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ്. ഏജ് ലിമിറ്റ് ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഒരു 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അക്കാഡമിക്കലി പഠിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ദുബായ്. അപ്പം മാത്രമല്ല ഗ്യാപ്പ് ഇവിടെ ഒരു മാനദണ്ഡമായിട്ട് വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം ഇങ്ങനെ ഗ്യാപ്പ്, ഏജ് ഡിഫറൻസ്, അക്കാഡമിക് സ്കോർസ് ഒക്കെ കുറവാണെങ്കിൽ ഒരു ഈസി റൂട്ട് ടു UK, USA, കാനഡയൊക്കെ വരാനായിട്ട് ദുബായ് റൂട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദുബായ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ സ്റ്റുഡൻറ്റ് വിസയിൽ എത്തുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് വർക്ക് വിസയിലേക്ക് മാറ്റാം. മാത്രവുമല്ല വർക്ക് ചെയ്യാം. അതായത് ഈവനിങ് 6 to 9 ഒക്കെ ക്ലാസ്സസ് യൂണിവേഴ്സിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേകത മറ്റൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻസിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ UAE-യിലെ യൂണിവേഴ്സിറ്റീസൊക്കെ നല്ല ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ദുബായിലൊരു ജോബിന് ഒരു ഈസി ആക്സസിബിൾ റൂട്ടാണ് ദുബായ് സ്റ്റഡി വിസ. ദുബായിൽ MBA കോഴ്സസൊക്കെ പഠിക്കുകയാണെങ്കിൽ ദുബായ് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്, ഒരു ബിസിനസ് സിറ്റിയാണ്. അപ്പം മാത്രമല്ല ഇന്ത്യയിലുള്ള സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ദുബായ് ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല അലംനി നെറ്റ്വർക്ക്സുമുണ്ട്. അപ്പോൾ ദുബായിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ അലംനി നെറ്റ്വർക്ക്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ദുബായിൽ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ജോബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ വർക്കിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ എടുക്കാനും സാധിക്കും. ഒരു MBA മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനൊക്കെ ഡെഫിനറ്റായിട്ട് അവരുടെ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷന് നോക്കാവുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ദുബായ്. ദുബായിലെ മേജർ ഇൻടേക്സ് ആണ് സെപ്റ്റംബർ ആൻഡ് ജനുവരിയാണ് മേജർ ഇൻടേക്സ്. എന്നാൽ ചില യൂണിവേഴ്സിറ്റീസിന് മെയ് ആൻഡ് മിഡ് ഇൻടേക്സ് ഒക്കെ അവൈലബിൾ ആണ്. ദുബായിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് നമ്മൾ അസോസിയേറ്റഡ് ആയിട്ടുള്ളത്? ദുബായിലെ UK, USA, ഓസ്ട്രേലിയ, കാനഡ, പിന്നെ ദുബായിലും ഒക്കെയുള്ള മേജർ യൂണിവേഴ്സിറ്റീസ് ആയിട്ടൊക്കെ നമുക്ക് ടൈപ്പ് ഉണ്ട്. മേജർ യൂണിവേഴ്സിറ്റി ടൈപ്സ്: യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിമിംഗ്ഹാം, യൂണിവേഴ്സിറ്റി ഓഫ് വുളിംഗ്ഹോം, ഹൾട്ട് ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, മർഡർഗ് യൂണിവേഴ്സിറ്റി, റോച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി, അബുദാബി യൂണിവേഴ്സിറ്റി, മണിപ്പാൾ യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ടോ മർഗോണി, EM നോർമൻഡേ, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റിർലിംഗ്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് റാസൽ ഖൈമ, കനേഡിയൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് യൂറോപ്പ് ഫോർ അപ്ലൈഡ് സയൻസസ്, എമിറേറ്റ്സ് അക്കാഡമി ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, എമിറേറ്റ്സ് ഏവിയേഷൻ യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, കർട്ടൺ യൂണിവേഴ്സിറ്റി, ഗ്ലോബൽ ബിസിനസ് സ്കൂൾ, ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി, റീജൻ കോളേജ് തുടങ്ങിയവ
യൂണിവേഴ്സിറ്റികളാണ്. ദുബായിൽ നമുക്ക് മേജറായിട്ട് ഏതൊക്കെ കോഴ്സസ് പഠിക്കാം, ഇന്ത്യൻ സ്റ്റുഡൻസ് കൂടുതലായിട്ട് എടുക്കുന്ന കോഴ്സസുകൾ ഏതൊക്കെയാണ്, ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. പോപ്പുലർ കോഴ്സസ് കമ്പ്യൂട്ടർ സയൻസ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ബിസിനസ് മാനേജ്മെൻറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്, ഇൻഫോർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ്, അപ്ലൈഡ് ഫിനാൻസ്, MPA, എക്സിക്യൂട്ടീവ് MPA, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഫൈനാൻസ്, IT റിലേറ്റഡ് പ്രോഗ്രാംസ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ്, ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പെട്രോളിയം എഞ്ചിനീയറിംഗ്, സ്ട്രാറ്റജിക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ലോ, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ആർക്കിടെക്ചർ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്രോഡക്റ്റ് ഡിസൈൻ, ഫാഷൻ ആൻഡ് ലക്ഷറി ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ലക്ഷറി റീറ്റെയിൽ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസിംഗ്, ഏവിയേഷൻ, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, സൈക്കോളജി തുടങ്ങി അനവധി പ്രോഗ്രാംസ് ദുബായിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് അവൈലബിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെയും അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുമായ പ്രോഗ്രാംസുമാണ്. ദുബായ് സ്റ്റുഡൻറ്റ് വിസ കമ്പാരബിളി ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഏതാണ്ട് 100% തന്നെ സ്റ്റുഡൻറ്റ് വിസ സക്സസ് റേറ്റ് ഉണ്ട്. 1 ഇയർ വിസയാണ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. എവരി ഇയർ റിന്യൂ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. വിസ ഫീസ് ഏകദേശം 3,000 to 4,000 AED ആണ് വരുന്നത്. വിസ ഫീസിനോടൊപ്പം ഒരു 4,000 to 5,000 AED ഡിപ്പോസിറ്റ്സും നമ്മളവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുന്ന തുകയാണ്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസസുമാണ് വരുന്നത്. വിസ സക്സസ് ദുബായിലെ ഓൾമോസ്റ്റ് 100% തന്നെയാണ്. ഇന്ന് ഇന്ത്യൻ സ്റ്റുഡൻസിന് നോക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണ് ദുബായ് എഡ്യൂക്കേഷൻ. പ്രധാനമായും ഫുൾ ടൈം വർക്കോടുകൂടി നമുക്ക് കോഴ്സ് പഠിക്കാവുന്ന ഏക ഡെസ്റ്റിനേഷനാണ് ദുബായ്. ദുബായ് സ്റ്റഡി ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി നിങ്ങൾ ഗ്രാഡ് ക്യാപ് എഡ്യൂക്കേഷനെ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റും ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രാഡ് ക്യാപ് ഇൻസൈറ്റ്സ്.